ഹലോ. ഞാനൊരു ഞാൻ അടുത്ത് കണ്ട ഒരു സിനിമയുടെ റിവ്യൂ പറയാനായിട്ടായിരുന്നു വന്നത്. ആം, സിനിമ നിങ്ങൾക്ക് കേട്ട കാണുമായിരിക്കും. സർവം മായ എന്ന് പറഞ്ഞ സിനിമയാണ്. നിവിൻ പോളിയുടെ കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അജു വർഗീസ് ഉണ്ട്. പിന്നെ ആരുള്ളത്? മഞ്ജു വാര്യറിൻ്റെ ബ്രദർ അഭിനയിക്കുന്നുണ്ട്, മധു വാര്യർ. ആം, അത് ചെറിയ റോളാണ്, പക്ഷെ ഉണ്ട്. നല്ല സിനിമയാണോ ചോദിച്ചാൽ കുഴപ്പമില്ലാത്ത സിനിമ. ഒരു ഫാമിലി മൂവി എന്ന് വേണമെങ്കിൽ പറയാം. പിള്ളേർക്കും എല്ലാവർക്കും ഇരുന്ന് കാണാവുന്ന ഒരു മൂവിയാണ്. അങ്ങനത്തെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള സീനുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റണ്ട് അത്ര ഇല്ല. പാട്ടുകൾ നല്ല മീനിങ് ഫുള്ളായുള്ള പാട്ടുകളുണ്ട്. ഇച്ചിരി ചിന്തിപ്പിക്കും. നമ്മൾ എന്താണ് നെക്സ്റ്റ്, എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. പക്ഷെ അതിന്ന് ഇപ്പോൾ ഒരു നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളത് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് മാത്രം പറയാം. വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം, നേരത്തും കാലത്തും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് വെയിറ്റ് ചെയ്യില്ല എന്നൊരു മെസ്സേജ് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പിന്നെന്താ, നല്ലൊരു പ്രേതമാണ് അതിനകത്തുള്ളത്. പ്രേതം എന്ന് പറയാൻ പോലും പറ്റില്ല, അത്രയും നല്ല ഭംഗിയുള്ള ഒരു പെങ്കൊച്ച്. കാണാനും അഭിനയിക്കാനും മിടുക്കത്തി. എനിക്കറിയില്ല കുട്ടീൻ്റെ പേരെന്താന്നുള്ളത്, പക്ഷെ കുഴപ്പമില്ല. നല്ലൊരു പ്രേതമാണ്. പ്രേതമുണ്ട്. പ്രേതത്തിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സൊന്നും ഇല്ലെങ്കിലും പ്രേതമാണ്. പിന്നെ കഥ ബേസ് സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചാൽ കഥയുടെ ബേസ് അത്ര സ്ട്രോങ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കണ്ടിരിക്കാം എന്നുള്ളൊരു സിനിമ. ഇതുവരെ ഇറങ്ങിയ പല ചെറിയ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ സിനിമ. പക്ഷേ എനിക്ക് തോന്നിയത് നിവിൻ പോളിയും അജു വർഗീസിൻ്റെയൊക്കെ നോർമൽ പാറ്റേണിലുള്ള ഒരു സിനിമയുടെ ഒരു ഹൈപ്പൊന്നും ഈ സിനിമയ്ക്ക് ഉണ്ടോയെന്ന് ചെറിയ സംശയമുണ്ട്. കാരണം നമ്മൾ ഇപ്പം നിവിൻ പോളി കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ ഇപ്പോൾ പ്രേമം അതേപോലെയൊക്കെ ഉള്ളൊരു സ്ട്രോങ് സിനിമ കഴിഞ്ഞിട്ട് കുറേ സിനിമകൾ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് ഇപ്പോൾ അതിന് ശേഷം ഒരു ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കുറച്ചും കൂടിയും സ്ട്രോങ് ആവാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. പുള്ളിയുടെ ഫുള്ള് ഒരു കഴിവോ കാര്യങ്ങളോ ഇതിനകത്ത് അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നിയില്ല. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും. പക്ഷെ നമ്മൾ നിവിൻ പോളിനെ പ്രേമത്തിൽ കാണുന്ന പോലെയോ അല്ലെങ്കിൽ പിന്നെ തട്ടിത്തും മരത്ത് പോലെ പഴയ സിനിമകൾ, നമ്മൾ പുള്ളിയുടെ പഴയ സിനിമകളുടെ ആ ഒരു എഫക്റ്റ് ഒന്നും ഇല്ല. അതിപ്പോൾ കഥയുടെ ആയിരിക്കാം. പിന്നെ പുതിയ ജനറേഷനിലുള്ള സിനിമകളാണല്ലോ ഇപ്പോൾ അവർക്കും കൂടിയും കാണാൻ പറ്റുന്ന സിനിമ. അതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ചെറിയൊരു സിനിമയാണ്. ഒരു ഫസ്റ്റ് പാർട്ട് നമുക്കൊന്നും കഥയുടെ ഒരു ബേസ് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ കഥയിലേക്ക് കയറി വരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടിലാണ് ശരിക്കും റിയൽ സ്റ്റോറി എന്താന്നുള്ളത് കാണിക്കുന്നത്. അതുവരെ നിവിൻ പോളിയുടെ ക്യാരക്ടറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ ക്യാരക്ടർ എങ്ങനെയായിരുന്നു, എങ്ങനെ പിന്നീട് മാറിയതാണ്. അപ്പോൾ പിന്നെന്താ, ബേസിക്കലി ആ നിവിൻ പോളിയും അജു വർഗീസും അതിലെ ഒരു പൂജാരികളായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പൂജാരികളായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ള. ഇപ്പോൾ അവരെ നമ്മൾ അങ്ങനെ ഒരു ഇതിൽ കണ്ടിട്ടില്ലല്ലോ. അതിലൊരു ഡിഫറൻസ് ഉണ്ട്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനെ ഉണ്ട്, പക്ഷെ അവരൊന്നും അത്രയും നമ്മുടെ മൈൻഡിൽ അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്നൊന്നുമില്ല. മെയിൻ ഇവർ രണ്ടുപേരും തന്നെയാണ്. പിന്നെന്താ പറയുക, മറ്റേ സിനിമയിലെ പാട്ടുകൾ കൊള്ളാം, നല്ല പാട്ടുകളാണ്, നല്ല മീനിങ് ഉള്ള പാട്ടുകളാണ്, സ്ട്രൈക്ക് ചെയ്യുന്ന പാട്ടുകളുമാണ്. പിന്നെന്താ, പിന്നെ ഇങ്ങനെ
എൻഡും ഒരു അൺഎക്സ്പെക്റ്റഡ് എൻഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇതൊക്കെ തന്നെയായിരിക്കും പ്രതീക്ഷിക്കുക കണ്ടുവരുമ്പോൾ. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കതിൻ്റെ എൻഡൊന്നും മനസ്സിലാവില്ല. ഏകദേശം സിനിമയുടെ പകുതി കഴിഞ്ഞ് ഒരു എൻഡിലേക്ക് എത്താറാവുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ തന്നെ സംഭവിക്കാൻ വഴിയുള്ളൂ ഇതിൻ്റെ കൂടെ. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ലാസ്റ്റിലെ. പക്ഷെ എനിക്ക് തോന്നുന്നത് അതും അത്ര ഭയങ്കര ട്വിസ്റ്റ് ഒന്നുമല്ല. അതായിരിക്കാം ഈ കഥയുടെ എൻഡ് എന്ന് നമുക്ക് ചിലർക്ക് മനസ്സിലാവുമായിരിക്കും. എനിക്ക് ചെറുതായി തോന്നിയായിരുന്നു ഏകദേശം എൻ്റെ ആവാറായപ്പോൾ, ഇതായിരിക്കും ഈ കാരണം കൊണ്ടായിരിക്കും എന്നുള്ള തോന്നിയായിരുന്നു. പിന്നെ ഫുള്ളി അവർ പറയുന്നില്ല ഇതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത് എന്നുള്ള. അത് ഡയറക്റ്റ് സിനിമയിലൂടെ പറയുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ആയിരിക്കും. അതാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ പൊതുവെ ഇപ്പോൾ ഇതിനു മുന്നേ ഓൾറെഡി വന്നായിരുന്നു. ഇതിപ്പോൾ 2ാമത്തെ വട്ടമാണ് സിനിമ തിയേറ്ററിൽ വരുന്നത്. അപ്പം ആദ്യത്തെ വട്ടം ഒത്തിരി പേരുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ഞങ്ങൾ പോയ വട്ടം അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല. പൊതുവേ മലയാളം സിനിമയ്ക്ക് ഇവിടെ ആൾക്കാർ കുറവായിരിക്കും, അതായിരിക്കും കാരണം. പക്ഷേ ഇതേപോലെ എമ്പുരാൻ അങ്ങനത്തെ സിനിമകളിലൊക്കെ ഫുള്ളായിരുന്നു. അതേപോലെ അല്ലായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. എല്ലാ സിനിമകളും ഒരേപോലെ ഓടണമെന്നില്ല, പക്ഷേ നല്ല സിനിമയാണ്. 2ാമത് കാണാനോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. 2ാമത് കാണാൻ മാത്രമുള്ള സിനിമയുണ്ടോ? കാരണം പെട്ടെന്ന് രജിസ്റ്റർ ആയായിരുന്നു എല്ലാം. സിനിമയുടെ കഥ എല്ലാം പെട്ടെന്ന് രജിസ്റ്റർ ആയിരുന്നു. ഇപ്പോൾ നമുക്കിപ്പോൾ 2ാമത് കാണണമെന്ന് തോന്നണമെങ്കിൽ അതെന്തായിരുന്നു, അതങ്ങനെയായിരുന്നു, അത് സംശയത്തിലല്ലേ നമ്മൾ പിന്നെയും കാണാം. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കഥ, നല്ല രസമുള്ള കഥയായിരിക്കണം. അപ്പോൾ 2ാമത് കാണുമെന്ന് ചോദിച്ചാൽ ഞാൻ പൊതുവേ 2ാമത് ഒരു സാധനം എടുക്കാറില്ല. സിനിമയാണെങ്കിലും ബുക്കാണെങ്കിലും 2ാമത് എടുത്ത് നോക്കുന്ന പരിപാടിയില്ല, ഒറ്റത്തവണ തന്നെ നോക്കുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ 2ാമത് കാണില്ല. ഇപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ പണ്ടത്തെ സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യാൻ ഒട്ടും പറ്റൂല. പണ്ടത്തെ സിനിമകൾ ഇനിയും വേണമെങ്കിൽ ഇപ്പോൾ മീശമാധവനോ അല്ലെങ്കിൽ പഴയ ഏത് സിനിമയാണെങ്കിലും 6-ാം തമ്പുരാനോ അല്ലെങ്കിൽ ഇപ്പം മമ്മൂട്ടിയുടെ ഏതെങ്കിലും സിനിമയോ മോഹൻലാലിൻ്റെ ഏതെങ്കിലും സിനിമയോ ദിലീപിൻ്റെ പിന്നെ കാവ്യമാധവൻ്റെ മഞ്ജു വാര്യരുടെ അങ്ങനത്തെ പഴയ കുറേ സിനിമകളുണ്ടല്ലോ. ഞാൻ പഴയ ആളായതുകൊണ്ടാണോ എന്ന് പറഞ്ഞുകൂടാ. പുതിയ ഒരു സിനിമയും എനിക്ക് 2ാമത് കാണാൻ തോന്നുന്നില്ല. പഴയ സിനിമകൾ തന്നെയാണ് പിന്നെയും കാണാനായിട്ടുള്ള ഒരു ഇതൊക്കെ ഉള്ളത്. പുതിയ സിനിമകൾ അതിൻ്റെ കഥ സ്ട്രോങ് ഉള്ളതൊക്കെ ഞാൻ കാണാറുണ്ട് 2ാമതൊക്കെ. പക്ഷെ ഈ സിനിമ കുഴപ്പമില്ല, ഒരു ചെറിയ സിനിമ, അത്രേ പറയാനുള്ളൂ. തിയേറ്റർ എഫക്റ്റിൽ കാണേണ്ട സിനിമയാണോന്ന് ചോദിച്ചാൽ അത്രയില്ല. തിയേറ്ററിൽ എഫക്റ്റിൽ കാണേണ്ട സിനിമയുടെ ഒരു ഹൈപ്പ് അതിനില്ല. പക്ഷേ അവരിപ്പോൾ പൈസയൊക്കെ മുടക്കി കാണുമായിരിക്കും എന്തായാലും. ഒരു സിനിമ അത്ര ഈസി ആയിട്ടല്ലല്ലോ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്രേക്ഷക എന്ന രീതിയിൽ എനിക്ക് കമൻറ്റ് പറയാമല്ലോ. പക്ഷേ അവരതിൻ്റെ പുറകിലെ സ്ട്രഗിളൊക്കെ കാണുമായിരിക്കും, ഉറപ്പല്ലേ. ഇത്രയും ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പൈസ ചിലവുണ്ട്. അതേപോലെ 2 മെയിൻ ഇത്രയും പോപ്പുലറായിട്ടുള്ള ആക്ടേഴ്സിനെ കൊണ്ടുവരുന്നതിനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ചിലവുണ്ടാവുമായിരിക്കും. പക്ഷെ ഓടുന്ന സിനിമയൊക്കെ തന്നെയാണ്. അത്രയും മോശം സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല, പൈസ വേസ്റ്റ് ആയെന്നൊന്നും പറയാൻ പറ്റില്ല. കുഴപ്പമില്ലാത്തൊരു സിനിമ, ഫാമിലി ആയിട്ടൊക്കെ പോയി ഒരു എൻ്റർടൈൻമെൻറ്റിനൊക്കെ പോയി കാണാം, അങ്ങനത്തെ ഒരു സിനിമ. അത്രയേ ഉള്ളൂ. ശരി അപ്പോൾ.